ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ള ഒരു വിഭാഗം സ്റ്റുഡൻസ് ആണ്. അത് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഹെൽത്ത് അലൈഡ് കോഴ്സുകളിലേക്ക് LBS വഴി അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ്. കാരണം ഇപ്പോഴും കൃത്യമായിട്ടുള്ള ധാരണ പല പാരന്റ്സിനും അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സ്റ്റുഡൻസിനും നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന അധ്യാപകർക്ക് പോലും ഇല്ല. കാരണം ഈ +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റിന് ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്, JEEക്ക് ഉണ്ട്, കീമിനാണെങ്കിൽ അതിനനുസരിച്ച് ചാനലുകളും ബാക്കി കാര്യങ്ങളും സൈറ്റുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ നേഴ്സിംഗും പാരാമെഡിക്കലും കേരളത്തിൽ തന്നെ LBS വഴി നോക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴും ഡൗട്ടാണ്, എങ്ങനെയാണ് അതിന്റെ ആക്ച്വൽ പ്രൊസീജിയർ, എവിടെയാണ് ആശ്രയിക്കേണ്ടത്, ഇതിന്റെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ എങ്ങനെയാണ് അറിയേണ്ടത്. സോ മക്കളെ, നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ചില വീഡിയോസ് നമ്മൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിലേ വരാനുള്ള കാരണം നിങ്ങളുടെ പ്രോസസ്സ് അങ്ങനെയാണ്. കാരണം സാധാരണ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ ക്ലാസ്സുകൾ തുടങ്ങിയാൽ പോലും LBSന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻസ് അപ്പോഴും ഓൺ ഗോയിങ് ആയിരിക്കും, പ്രോസസ്സിൽ നടക്കുന്നതേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എന്തായാലും ആപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും അത് കൊടുത്തിട്ടുണ്ട് എന്നും വിചാരിക്കുന്നു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസ്പെക്ടസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയും അതുപോലെ തന്നെ വാട്സാപ്പ് ചാനലിലൂടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റുഡൻസിലേക്ക് വീഡിയോകൾ വഴിയും എത്തിച്ചതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാനേജ്മെന്റ് സീറ്റുകളാണ് എങ്കിൽ അതിനനുസരിച്ച് PNMAC പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. സാധാരണ പിന്നീട് LBSലേക്ക് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ അപേക്ഷിച്ചു എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വേറെ ഒരു തരത്തിലുള്ള ക്രൈറ്റീരിയ അല്ല. നിങ്ങളുടെ മുന്നിൽ LBSന്റെ ഇൻഡെക്സ് സ്കോർ ഉണ്ട്. ഇൻഡെക്സ് സ്കോർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ട് LBSൽ തന്നെ, ഒരു പ്രത്യേക ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു കോളേജും ആ ഒരു കോഴ്സും സെലക്ട് ചെയ്താൽ കഴിഞ്ഞ വർഷം അവിടെ കിട്ടിയ കുട്ടികളുടെ റാങ്കും അവരുടെ ഇൻഡെക്സ് മാർക്കും അറിയാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ, കീം സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ വർഷം ആ കോളേജിൽ തന്റെ ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ എന്താണ്, ഇനിയാണ് റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത് LBSന്റെ. നിങ്ങൾ ഒരു പരീക്ഷ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻഡെക്സ് മാർക്കൊക്കെ വെച്ചിട്ട് ആപ്ലിക്കേഷനിലൊക്കെ കൊടുത്തിട്ട് ഇനിയാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അഡ്മിഷൻ നടപടികൾ നടക്കാൻ പോകുന്നത്. അപ്പൊ ജൂലൈ 2 വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് അറിയാം. എപ്പോൾ റാങ്ക് ലിസ്റ്റ് വരും പേടിക്കേണ്ട, ഒരാഴ്ച 2 ആഴ്ച, അതായത് ജൂലൈ മിഡിനകത്ത് തന്നെ നിങ്ങളുടെ ഫൈനൽ LBS റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. നിങ്ങൾ വെച്ച കോഴ്സിനനുസരിച്ച് ഇപ്പോൾ നഴ്സിംഗ്, പാരാമെഡിക്കൽ, ഒരുപാട് ഹെൽത്ത് അലൈഡ് കോഴ്സുകളുണ്ട്. ആ റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. വളരെ പ്രധാനപ്പെട്ട അഡ്മിഷന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട കോർ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, അഡ്മിഷൻസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഓരോ ടൈപ്പ് കോളേജിനും എത്രയാണ് ഫീസ് വരുന്നത്, അവിടുത്തെ വെബ്സൈറ്റുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. കഴിഞ്ഞ വർഷം അവിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ഇൻഡെക്സ് മാർക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് ഇപ്പോഴേ പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ പിന്നീട് എന്ത് ചെയ്യാം, കോളേജുകളുടെ ഓപ്ഷൻ നിങ്ങൾക്ക് ചേർക്കാനുള്ള സമയമുണ്ട്. പിന്നീട് സാധാരണ ഒരു നോർമൽ പ്രൊസീജിയർ പോലെ തന്നെയാണ്. അപ്പോൾ ഇതൊരു നീണ്ട പ്രൊസീജിയർ ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന്റെ അപ്ഡേറ്റ്സും വൈകും, ഒരുപാട് സമയമെടുക്കും. കാത്തിരിക്കാം. നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പോരട്ടെ. നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തവരാണ് എങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കൂടി ഒന്ന് കമന്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.